അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? എന്തായി കാണിക്കണം? പേടിയുണ്ടോ? ആ കുറച്ച്. ഇവിടെ ഇവിടെ മിനിയാന്ന് എവിടെയാ വെച്ച്? ആ എന്നാ അവിടെ തന്നെ വെക്കല്ലേ? പറച്ചോന്റെ നാട്ടുകാർ തല്ലുടിയും മടുത്ത്. ഇതൊക്കെ എങ്ങനെ ഡോക്ടറായി? അയ്യോ കൊളാ പൊടി ദൈവമേ. കഴിച്ചില്ലാവൂലേ? What happened? Heart to beat? പ്ലീസ് ഒന്ന് വരും. പോയിട്ടോ. അതെ, എന്താ കാര്യം? ഗംഗ ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. ഗംഗ ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. അതെന്താ ഞാൻ പോയാലേ? പോവണ്ടെന്നല്ലേ പറഞ്ഞേ? തനിക്ക് എന്താ വല്ല ഭ്രാന്തുണ്ടോ? ആ നന്നായിരുന്നു. വീട്ടിന് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒരു രാത്രി നാട്ടുകാർ തെങ്ങി കെട്ടിട്ട് തല്ലി. അതോടുകൂടി അതങ്ങോട്ട് പോയി. ഗംഗേശി പോവാം. എന്നാ പോയിട്ടാ പോട്ടെ. പോവാണോ? ആ വാട്സപ്പ് നമ്പർ എന്താ? വർക്ക്ഷോപ്പിലേക്ക് വന്നെന്ന്. എന്തായി പറഞ്ഞോ? അവക്കെല്ലാം അറിയാടാ. അനക്കോളെ ഇഷ്ടമെന്ന് അറിയോ? അത് മാത്രം അറിയൂല. പോയില്ലേ? പക്ഷെ ഒരു കാര്യം അറിയാം, അവൾക്ക് എന്നോട് ഉള്ളിൽ ഒരു തിരി സ്നേഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെന്നെ തിരിഞ്ഞു നോക്കും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഹിന്ദി പടത്തിലൊക്കെ അങ്ങനെയാ. ആ അന്റെ പെണ്ണ് ഇന്ത്യപ്പടം കാണില്ല, ഇന്റെ പെണ്ണ് കാണല്ലേ? ഇപ്പൊ കൊള്ളാലടാ. സെറ്റപ്പ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ എന്റെ ഡ്രസ്സിങ് ഭയങ്കര ബോറായി. എന്റെ ഡ്രസ് എന്താ കുഴപ്പം? നല്ലല്ലേ? എടോ മനുഷ്യന്മാരെ ലേശൊരു ഡ്രസ് സെൻസ് വേണം. ഇത് വെക്കാൻ ബേസ് കോട്ട് കെട്ടിട്ട് വാടക എടുത്താണെങ്കിൽ എന്ത് രസമുണ്ട്. എനിക്ക് പക്ഷെ നല്ല ഭയങ്കര ബോറായിപ്പോയി. ഒന്ന് വിട്ട് നടന്നോ, നമ്മൾ തമ്മിൽ പരിചയം കാണിക്കാം. എന്റെ അമ്മ, എന്താ എല്ലാരും ഈ ഡ്രസ്സിൽ കൂളിംഗ് ഗ്ലാസ് മാത്രമേ ഇല്ലാത്തുള്ളൂ. നല്ല ഡ്രസ് സെൻസ്. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? എന്താ എന്റെ പ്രശ്നം? സാറേ, ഞാൻ ഓവർ സ്പീഡ് പോയി എന്നും പറഞ്ഞിട്ടൊരു കത്ത് വന്നിട്ടുണ്ട്. കത്തോ? എവിടെ? ഈ ഫോട്ടോ ഉള്ള കത്ത്. ഒളിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് ചെറ്റത്തിലല്ലേ? ഒളിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് ചെറ്റത്തിലല്ലേ? ഇതുവരെ എന്റെ ശമ്പളം തന്നേക്ക്, ഞാൻ ഇവിടുത്തെ പണി നിർത്തി. എന്താടോ പ്രശ്നം? സാരെടുത്ത് പെണ്ണുങ്ങളെ മുന്നിലുള്ള കോമാളിത്തരം ഞാൻ നിർത്തിയെന്ന്. ഒന്നുമില്ല, ഞാൻ കല്യാണ പ്രായത്തിൽ പുരുഷനല്ലേ. ഓണം വന്നു കഴിഞ്ഞാൽ മാവിലിന്റെ വേഷം കെട്ടി ഓലക്കൂടിയും കൂടി വയറും കാണിച്ച് പുറത്തു നിൽക്കണം. വയറ്റിലുള്ള പെണ്ണുങ്ങൾ കൂടി എന്റെ വയറ് നോക്കി ചിരിക്കുക. ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് അപ്പൂപ്പനായി നട്ടപ്പൊരു വെയിലത്ത് നിൽക്കണം. ഇനി പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഇനി അറക്കാൻ കൊടുക്കണം. അപ്പൊ അന്നെ എടോ, എന്നെ നിങ്ങളെക്കല്ലാണ്ട് ഇപ്പൊ വേറെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ. സത്യം പറയണോ? ഇവിടെ ഒരാള് നിക്കണ്ടോ? കൊമ്പൊക്കെ ആയിട്ട് ഒരാള് നിക്കില്ലേ? അതേട്ടാ, നിങ്ങക്ക് അങ്ങോട്ട് തിരിങ്ങള് എന്നെ കാണുണ്ടോ? നീ കാണില്ലേ? എടോ, നമ്മളൊരു മാസ്മരിക വലയത്തിലല്ലേ, കാണാൻ പറ്റില്ല. ചില സമയത്ത് അങ്ങനെ സംഭവിക്കും. നീ കാണില്ല? ഇല്ല. ഇവിടെ കൊറേ ആൾക്കാർ ഇരിക്കണ്ട, കാണുന്നുണ്ട് നിങ്ങള്? ഇല്ല. എന്നാലും നിങ്ങൾ കണ്ണ് പൊട്ടന. ഡോക്ടറെ, ഞാൻ കിടക്കാൻ വരുന്നില്ലേ? ഞാനിപ്പോ വരാം. ഓഹോ, വൈഫ് കിടക്കാൻ വിളിക്കല്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോ എനിക്ക് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കളിച്ച നാടകത്തിന്റെ പേര് ഓർമ്മ വരുന്നേ. അറിയാം, യോഗ ലമണിയെ പായ അങ്ങോട്ട് മടക്കാളിന്നല്ലേ? അതല്ല, അത് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ കളിച്ചത്. ഇത് വേറെ. ഭാർഗവന്റെ കുലയ്ക്കാത്ത കുലയും അമ്മണിയുടെ നിലയ്ക്കാത്ത കൊതിയും. അമ്മ ഇവിടെ ചാടിയോ? എടി, ആള് മോശമില്ല. സത്യം പറഞ്ഞ എത്രാമത്തെ ചാട്ടം? എന്നിട്ട് ഞാൻ ചാടുള്ളൂ. ചാടിയില്ലേ? എടി, ഇന്റെ അത് സ്വർണ്ണക്കല്ലേ? ആ ഉണ്ട്. എന്നെ പൊന്നു പോലെ നോക്കണ്ട, എന്റെ ഉത്തരവാദിത്തം. എല്ലാം ഉണ്ട്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ ആരുമില്ല, ഗേറ്റ് വഴി വരാന്ന്. എടി, ഗേറ്റ് വഴി വന്നാൽ ആൾക്കാർ മതില് ചാടിയെന്നേ പറഞ്ഞു. വെറുതെ എന്തിനാ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കാൻ നിൽക്കണേ? അച്ഛന്മാരെ പരിചയമുണ്ടോ? അച്ഛന്മാരോ? അതല്ല, പള്ളിയിൽ അച്ഛന്മാര്, വല്ല ബിഷപ്പോ വികാരിയോ റെക്ടറോ അങ്ങനെ ആരെങ്കിലും? ആകെ പരിചയം ഉണ്ടായിരുന്ന അച്ഛനോട് ആസ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വന്നിരുന്ന. ഒരു മാസമായിട്ട് ഇപ്പൊ വരണമില്ല. ആ മരുന്ന് ഫലിച്ച്. അതെയോ? നാളെ പള്ളിയിൽ കൂട്ടമണി കേട്ടിട്ടുണ്ടായിരുന്നു.
to the lean, the family. Credit cards and the scammers. Hitting the എന്താ പരിപാടി? ഓപ്പറേഷൻ സക്സസ് മച്ചാ. ഇനി നമ്മുടെ കൈ നിറയെ കാശ് വരും. കാശ് ഓപ്പറേഷൻ കഴിഞ്ഞാ പൈസ ഇട്ടേ. നേരെ എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ഉറുപ്പ കിട്ടിയില്ലല്ലോ. പൈസ പോവുക ചെയ്ത്. അനക്കേത് ഓപ്പറേഷൻ? കോർണർ പിമ്പിൾസിന്റെ മൂലക്കുരു എവിടെ? തലയില്. അത് അവിടെയാണല്ലോ ഉണ്ടാവല്. കണ്ടപ്പോ തന്നെ മാറണുണ്ടല്ലേ? അതാ പറഞ്ഞ് ഭയങ്കര സ്പീഡാ എടുത്ത് വിളിച്ചു. വേന്തേരി എവിടെ പൈസ കൊടുക്കുന്നത്? ഇതാടെ 12 റുപ്യ. മാമാ മാമനല്ല അരവിന്ദ്. അച്ഛാ നടിക്കാൻ ഞാൻ നന്നായി. എടാ ഈ കൊറോണ വരാതൊക്കെ ഇവര് പറയുന്നത് എന്താ? മറ്റേ സാൻഡ് പേപ്പർ കൈയിന്റെ മുകളാക്കണം എന്നല്ലേ? സാനിറ്റൈസർ. അത് തന്നെ. ഈ സാധനത്തിൽ എന്താ ഉള്ളത്? ആൽക്കഹോള്. നമ്മൾ കുടിക്കുന്ന മദ്യത്തിൽ എന്താ ഉള്ളത്? ആൽക്കോള്. കൊറോണ എടിയാ വരുന്നത് തൊണ്ടയ്ക്കല്ലേ? നിങ്ങൾ മദ്യം കുടിക്കുമ്പോ ഇതിനെ കില്ലി തിറ്റാ പോണേ. സൂര്യൻ മറന്ന സ്വർഗം മനസ്സിനുള്ളിൽ വരച്ചു ഞാൻ കനത്ത നോവിൽ